പിണറായി വിജയ, ഈ കള്ളപ്പന്നികളെ പിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് VS സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് മലയാളികൾ ഞെട്ടി. ഇത്തരം മർദ്ദനങ്ങൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ആദ്യത്തെ സംഭവമാണോ? അല്ല, നിത്യേന നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പുറം ലോകം അറിയാത്തത് കൊണ്ട് നാം ഇതൊന്നും ഗൗനിക്കുന്നില്ല എന്ന് മാത്രം. CCTV ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയി ഇപ്പോഴും നല്ല ഇടിക്കാറുണ്ട്. കുന്നംകുളത്തെ ഇടിവീരന്മാർ സ്റ്റേഷനിലെ CCTV അത്ര ഗൗനിച്ചില്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. 2020 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ഉണ്ടായിരിക്കണം എന്ന് ഉത്തരവിട്ടിരുന്നു. എങ്കിലും പല സ്റ്റേഷനുകളിലെയും CCTVകൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് കോടതി ഇന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ രാജ്യത്ത് 11 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷണം നടത്തുകയും ഈ കസ്റ്റഡി മരണങ്ങൾ നടന്ന പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തനരഹിതമായിരുന്നു എന്നും കണ്ടെത്തി കോടതി ഇന്ന് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു. വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണവും കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പുത്തരിയാണോ? അല്ല. അടി കൊള്ളുന്നതും അടികൊണ്ട് ചാകുന്നതും ആര് എന്നത് ആശ്രയിച്ചു മാത്രമാണ് ഇത് വാർത്തയാവുന്നത്. കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ ഇന്ന് ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസുകാർ ഇന്ന് വലിയൊരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. പക്ഷെ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഉദയകുമാർ ഉരുട്ടിക്കൊല. 2005 സെപ്റ്റംബർ 27 ആക്രിക്കട തൊഴിലാളിയായിരുന്ന ഉദയകുമാറിനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ 28-കാരനായ ഉദയകുമാറിനെ അതിക്രൂരമായി ഫോർട്ട് പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഉരുട്ടിയും ഇടിച്ചും ഉദയകുമാറിനെ പോലീസ് കൊലപ്പെടുത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ ഉരുട്ടിക്കൊല നടന്നത്. ഈ കേസിൽ 2 പോലീസുകാർക്ക് 2018 തിരുവനന്തപുരം CBI കോടതി വധശിക്ഷ വിധിച്ചു. ഈ വിധി പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ജഡ്ജി J. നാസർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. പ്രതികളായ പോലീസുകാരുടെ പ്രവൃത്തികൾ പോലീസ് വകുപ്പിനെ ഒന്നടങ്കമാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. പോലീസ് എന്ന സംവിധാനത്തിന്മേൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് ആത്യന്തികമായി നിയമവാഴ്ചയെയും സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയുമാണ് ബാധിക്കുക. അത് അത്യധികം അപകടകരമായ അവസ്ഥയാണ്. പക്ഷേ ഈ കേസിലെ പ്രതികളെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടു. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും CBIയും പരാജയപ്പെട്ടു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. 20 വർഷം തന്റെ മകന് നീതി കിട്ടുവാനായി പോരാടിയ ഉദയകുമാറിന്റെ ആ വൃദ്ധമാതാവ് വിധി കേട്ട് മുകളിലേക്ക് നോക്കി ഹൃദയം തകർന്ന് ചോദിച്ചത്, എന്റെ ദൈവമേ, എന്റെ മകനെ പിന്നെ കൊന്നത് ആരാണ് എന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കൊല നേരാമണ്ണം അന്വേഷിക്കാതെ പ്രതികളുടെ മോചനം സാധ്യമാക്കിയ കുറ്റാന്വേഷണ ഏജൻസികളിലെ നായ്ക്ക് പിറന്നവന്മാർക്ക് ഈ അമ്മയുടെ കണ്ണീരിന് ഒരു മറുപടി ഉണ്ടാവില്ല. കാരണം കാശ് നൽകിയവരെ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ദൗത്യം. പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ ഉദയകുമാറിന്റെ കൊലയ്ക്ക് ഉത്തരവാദികളായവർക്ക് ശാന്തി ലഭിക്കുമോ? ആരും ചോദിക്കുവാനും പറയുവാനും ഇല്ലാത്തതുകൊണ്ട് ഉദയകുമാർ ഉരുട്ടിക്കൊലയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലീസുകാരെ വെറുതെ വിട്ടത് ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ചക്കെടുത്തില്ല. അടുപ്പൂട്ടി ചർച്ചക്കാരും ചർച്ച ചെയ്തില്ല. പക്ഷേ പോലീസുകാർക്ക് ഇതുണ്ടാക്കിയ ആത്മവീര്യം ചെറുതൊന്നുമല്ല. ഈ കേസ് അട്ടിമറിച്ച നായിന്റെ മക്കൾ മനസ്സിലാക്കേണ്ടുന്നത്, ആ കൊലപാതകികളെ നിങ്ങൾ രക്ഷിച്ചത് കൊണ്ട് തകർന്നത് ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ അടിത്തറയാണ്. കാക്കിയിട്ട പിശാചികൾക്ക് അത് നൽകുന്ന ആത്മവീര്യം ഒട്ടും ചെറുതല്ല. നിയമം പാലിക്കുവാൻ ചുമതലപ്പെട്ടവർ ഗുണ്ടകളെ പോലെ പെരുമാറുവാൻ ശ്രമിക്കുമ്പോൾ അത് നീതിയുടെ അടിത്തറയെ തന്നെ തകർക്കുക മാത്രമല്ല, പോലീസ് സംവിധാനങ്ങളോടുള്ള നിയമവാഴ്ചയോടുള്ള ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെടുത്തും എന്നോർക്കണം. പോലീസ് ജനങ്ങളുടെ കാവൽക്കാരാണെന്നും മുതലാളിമാർ അല്ലെന്നുമാണ് ജനാധിപത്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് നന്നാവാത്ത ഒരു സംവിധാനത്തിൽ ആദ്യ രക്തസാക്ഷി ജനാധിപത്യം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. കസ്റ്റഡി മരണം ഇന്ത്യയിൽ തുടർക്കഥയാണ്.
2020-നും 2022-നും ഇടയിൽ മാത്രം ഇന്ത്യയിൽ പോലീസ് കസ്റ്റഡിയിൽ 4484 പേർ മരിച്ചിട്ടുണ്ടെന്ന് ലോക്സഭയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് 2016-നും 2024-നും ഇടയിൽ കേരളത്തിൽ 16 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി എന്നാണ്. തന്റെ ഭരണകാലത്ത് കേരളത്തിലാകെ 17 കസ്റ്റഡി മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രേഖാമൂലം മറുപടി പറഞ്ഞിരുന്നു. 100% സാക്ഷരതയും നിയമബോധവും ഒക്കെയുള്ള നമ്മുടെ നാട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നോർക്കണം. ഉദയകുമാറിന് ശേഷവും പലരും ഇവിടെ കസ്റ്റഡിയിൽ പിടഞ്ഞു മരിച്ചു. ഷമീർ, രാജ്കുമാർ, ശ്രീജിത്ത്, വിനായകൻ, പി മത്തായി, രഞ്ജിത്ത് കുമാർ, സുരേഷ്, തമീർ ജഫ്രി, ഇരകളുടെ പേരുകളും സാഹചര്യവും മാത്രം മാറുന്നു എന്ന് മാത്രം. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഉയരുന്നത്. നിയമപാലകർക്കെതിരായ ക്രിമിനൽ കേസുകൾ ആരന്വേഷിക്കും? കസ്റ്റഡി മരണങ്ങളിൽ സമഗ്രമായ അന്വേഷണങ്ങൾ വളരെ കുറവായിരുന്നു. ഇവിടെ ശിക്ഷിക്കപ്പെട്ട കേസുകളും വളരെ വിരളമായിരുന്നു. 2020 ഒക്ടോബർ 1-ന് പോലീസ് മർദ്ദനത്തെ തുടർന്ന് കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ മരിച്ച 31-കാരനായ ഷമീറിന്റെ ശരീരത്തിൽ 40-ലധികം മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡ് 6 ജയിൽ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ജാമ്യം കിട്ടിയ ഇവർക്ക് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുവാനും സാധിച്ചു. ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് താമസിക്കുന്ന 49-കാരനായ രാജ്കുമാറിനെ 2019 ജൂണിൽ 4 ദിവസം പോലീസ് മർദ്ദനത്തിന് വിധേയനാക്കി. ഉപയോഗിച്ച പീഡന രീതികളിൽ ഫലങ്കയും ഉൾപ്പെടുന്നു. അതിൽ കാലിന്റെ ഉള്ളംകാലിലോ കൈപ്പത്തിയിലോ ആവർത്തിച്ചടിക്കുന്നത് ഉൾപ്പെടുന്നു. 9 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ CBI കുറ്റം ചുമത്തി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സമർപ്പിച്ച അപ്പീലിൽ അവരെ പിരിച്ചുവിട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കി. 2018 ഏപ്രിലിൽ കസ്റ്റഡിയിലെ പീഡനത്തെ തുടർന്ന് മരിച്ച വരാപ്പുഴ സ്വദേശിയായ 26 വയസ്സുള്ള ശ്രീജിത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ വയറിനേറ്റ പരിക്കുകൾ 1-ലധികം അവയവങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിനും ഒടുവിൽ മരണത്തിനും കാരണമായതായി കണ്ടെത്തി. 10 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. 2018 ഡിസംബറിൽ അവരെ എല്ലാം പുനഃസ്ഥാപിച്ചു. 2020 വനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ചിറ്റാറിലെ മത്തായിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് CBI അന്വേഷിച്ചു വരികയാണ്. പക്ഷേ ഒന്നും സംഭവിക്കില്ല. മയക്കുമരുന്ന് കടത്ത് കേസിൽ താനൂർ പോലീസ് പിടികൂടിയ 5 യുവാക്കളിൽ ഒരാളായ 30 വയസ്സുള്ള ജിഫ്രി കഴിഞ്ഞ ഓഗസ്റ്റ് 1-ന് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ 21 മുറിവുകളും ശ്വാസകോശത്തിൽ വീക്കവും കണ്ടെത്തി. ഓഗസ്റ്റ് 2-ന് താനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 8 പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അവരും തിരിച്ചു കയറും. ഏതെങ്കിലും കുറ്റകൃത്യത്തിന് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ സംസ്ഥാന കസ്റ്റഡിയിൽ വിടുന്നു. നിയമപ്രക്രിയയിലുടനീളം അവരുടെ സുരക്ഷയ്ക്ക് സംസ്ഥാനവും അതിൻ്റെ സംവിധാനങ്ങളും ഉത്തരവാദികളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിയമപാലകർ വിധികർത്താവായി പ്രവർത്തിക്കുന്നത്? പലപ്പോഴും എതിർവാദം ഇപ്രകാരമാണ്: ഞങ്ങളെ ഒരുത്തനും നിയമം പഠിപ്പിക്കാൻ വരരുത്. പോലീസിന് പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയെ 24 മണിക്കൂർ വരെയോ കോടതിയുടെ അനുമതിയോടെ പരമാവധി 15 ദിവസത്തേക്ക് വരെയോ തടങ്കലിൽ വയ്ക്കുവാൻ കഴിയും. ഈ ചെറിയ കാലയളവിനുള്ളിൽ ആണ് കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി മർദ്ദനവും എല്ലാം നടക്കുന്നത്. സാധാരണ മനുഷ്യരായി നടന്ന നേർച്ചയും കാഴ്ചയും നടത്തി മെറിറ്റിന്റെയോ പിന്നോക്കക്കാരൻ എന്ന സംവരണത്തിന്റെയോ ബലത്തിൽ മാത്രം ആവശ്യത്തിന് പൊക്കമോ വണ്ണമോ നെഞ്ചളവോ ഇല്ലെങ്കിൽ പോലും സർവീസിൽ കയറുന്ന ഇവന്മാർ കാക്കിയിട്ട് കഴിയുമ്പോൾ മനുഷ്യമൃഗമാകുന്നത് എങ്ങനെയാണ്? ഇവന്മാരെ പേപ്പട്ടികളും വേട്ടപ്പട്ടികളും ഗുണ്ടകളും ഒക്കെ ആക്കി മാറ്റുന്നത് ആരാണ് ഇവർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത്? വാസ്തവത്തിൽ ഇതൊരു ദൂഷിത വലയമാണ്. ഭരണകൂടത്തിന്റെ വിവിധ ശാഖകൾ ഉൾപ്പെട്ട വൃത്തികെട്ട വലയം. ഈ വലയത്തിൽ തങ്ങളെ ആർക്കും ഒരു ചുക്കും ചെയ്യാനാവില്ലെന്ന ഹുങ്കിലാണ് നമ്മുടെ പോലീസുകാർ കഴിയുന്നത്. ഭരിക്കുന്നവർക്ക് ധാർമ്മികത ഇല്ലാതെ പോകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. പീഡനക്കേസുകളിൽ, കൊലപാതക കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർ പോലീസിനെ ഭരിക്കുന്ന സൂപ്പർ ആഭ്യന്തരമന്ത്രിയായി വിലസുമ്പോൾ, MLA-മാരായി തുടരുമ്പോൾ കണ്ണും പൂട്ടി നിൽക്കുന്ന ഭരണകൂടത്തിന് എങ്ങനെയാണ് പോലീസുകാരോട് ധാർമ്മികത ഉപദേശിക്കാനാവുക? അധാർമികതയിൽ മുങ്ങി നിൽക്കുന്ന ഭരണകൂടങ്ങളുടെ ഉപോൽപ്പന്നമാണ് കസ്റ്റഡി കൊലപാതകങ്ങളെന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. പണ്ട് അണികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന കൊലപാതകങ്ങൾ, വേട്ടയാടലുകൾ എല്ലാം ഇന്ന് ചെയ്യിക്കുന്നത് പോലീസുകാരെ കൊണ്ടാണ്. രാഷ്ട്രീയ മേലാളന്മാരുടെ ആജ്ഞാനുവർത്തികളായവർക്ക് ഭരണകൂടം സകല സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. ഇന്ന് സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ പോലീസ് സ്റ്റേഷനുകളിൽ നിയമിച്ചിരിക്കുന്നതെല്ലാം തിരികെ കയറ്റിയ പഴയ സഹാക്കന്മാരെയാണ്. അവരോട് കൊല്ലാൻ പറഞ്ഞാൽ തിന്നും. അപഹിതഗർഭം തപ്പിപ്പോകുന്ന പോലീസുകാരന്മാരുടെ ഗതികേട് കണ്ടോ ഇപ്പോൾ? അതുകൊണ്ട് ആര് വന്നാലും പോലീസ് വേട്ടയാടലുകളും കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി കൊലപാതകങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. ഭരണകൂടം അവരെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ
ജനങ്ങൾക്ക് അവബോധമുണ്ടായാൽ, ഇവന്മാരെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടായാൽ ഒരു പരിധിവരെ ഇതിനൊരു പരിഹാരമുണ്ടാകും. പിണറായി വിജയനോട് അവസാനമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച ഈ കള്ളപ്പന്നികളുടെ യൂണിഫോം നിങ്ങൾ കഴിപ്പിക്കാമോ? ഇവന്മാരെ പിരിച്ചുവിടാമോ? അതിനുള്ള ആർജവം കാണിച്ചാൽ അത് ഇത്തരക്കാർക്കുള്ളൊരു സന്ദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ അവർ ആ യാഥാർത്ഥ്യം ഉറപ്പിക്കും. ഇവർ നിങ്ങളുടെ വെറും വേട്ടപ്പട്ടികൾ മാത്രം. നിയമവാഴ്ചയെല്ലാം മറന്ന് ഈ പേപ്പട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ആണുങ്ങൾ പിന്നീട് തീരുമാനിക്കും. ഇവിടുത്തെ ജനങ്ങൾ സഹികെട്ട് ഇവന്മാരുടെ കഴുത്തറുത്തെടുത്താൽ, ജനനേന്ദ്രിയം ഉൾപ്പെടെ മുറിച്ചെടുത്താൽ അതിനുത്തരവാദി ഭരണകൂടമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.